ഇന്ത്യൻ മാധ്യമരംഗം ഓൺ എയർ. ലോകശക്തികളിൽ ഒന്നാകാൻ വെമ്പൽ കൊള്ളുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ മറ്റൊരു മുഖമാണിത്. റിപ്പോർട്ടേഴ്സ് സാൻസ് ബോർഡേഴ്സ് അഥവാ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന സംഘടന എല്ലാ വർഷവും തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ട് ഓൺ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2024 പുറത്തുവന്നു. 180 രാജ്യങ്ങളിൽ നിലനിന്ന മാധ്യമരംഗത്തെ അന്തരീക്ഷം വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി തയ്യാറാക്കിയതാണ് ഈ റിപ്പോർട്ട്. അടിസ്ഥാനപരമായി ഓരോ രാജ്യത്തും മാധ്യമപ്രവർത്തകർ അനുഭവിക്കുന്ന തൊഴിൽപരമായ സ്വാതന്ത്ര്യത്തിന്റെയും മാന്യതയുടെയും അളവുകോലായിട്ടാണ് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഗണിക്കപ്പെടുക. ഓരോ രാജ്യത്തിനും ലഭിച്ച സ്കോറിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥാനം 180-ൽ 159 കഴിഞ്ഞ വർഷത്തെ 161 നിന്ന് ഇത്തിരി പുരോഗതി ഉണ്ടെന്ന് പറയാമെങ്കിലും മറ്റ് ചില രാജ്യങ്ങളുടെ നില മോശമായതുമൂലം ഇന്ത്യക്ക് ലഭിച്ചത് മാത്രമാണ് ഈ സ്ഥാനക്കയറ്റം. കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ സ്കോർ 36.62 ആയിരുന്നത് ഈ വർഷം 31.28 കുറഞ്ഞു എന്നതിൽ നിന്ന് ഇത് വ്യക്തമാണ്. നോർവേ, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങൾ മുൻനിരയിലെത്തിയ 180 രാജ്യങ്ങൾ ഉൾപ്പെട്ട റാങ്ക് പട്ടികയിൽ ഇന്ത്യക്ക് താഴെ കേവലം 9 രാജ്യങ്ങൾ മാത്രമാണുള്ളത്. 2003 ശേഷം 100-ൽ താഴെയുള്ള റാങ്ക് ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും വളരെ അടുത്ത കാലത്താണ് ഇന്ത്യൻ മാധ്യമരംഗം ദയനീയമായ തകർച്ച നേരിട്ടു തുടങ്ങിയത്. മാധ്യമ സ്ഥാപനങ്ങളിൽ സിംഹഭാഗത്തിന്റെയും ഉടമസ്ഥത കൈയാളുന്ന വിരലിലെണ്ണാവുന്ന വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ഇവരുടെ രാഷ്ട്രീയ മത അജണ്ടകളുടെ സ്വാധീനം ഇത് ഇന്ത്യൻ മാധ്യമരംഗത്തിന്റെ ഘടനാപരമായ വലിയൊരു ദൗർബല്യം തന്നെയാണ്. ഇത് മുതലെടുക്കുന്നതിലൂടെ രാഷ്ട്രീയ നേതൃത്വത്തിന് എവിടെയെങ്കിലുമൊക്കെ തലനീട്ടിയേക്കാവുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ചിറകരിയൽ എളുപ്പമാക്കുന്നു. ഇതിനിടയിൽ ഒറിജിനലെ വെല്ലുന്ന AI നിർമ്മിത ചിത്രങ്ങളുടെയും ദൃശ്യങ്ങളുടെയും പിന്തുണയോടെ എത്തുന്ന വ്യാജ വാർത്തകൾ, പെയ്ഡ് ന്യൂസ് എന്ന വിഭാഗത്തിൽ പെടുന്ന പ്രൊപ്പഗൻഡ ന്യൂസ്, സോഷ്യൽ മീഡിയയിലെ മത്സര ഓട്ടങ്ങൾ, സർക്കാർ ഇടപെടലുകൾ, ഇങ്ങനെ മാധ്യമരംഗം സ്വയം ക്ഷണിച്ചു വരുത്തുന്നവയും അല്ലാത്തവയുമായ പ്രതിസന്ധികൾ എണ്ണമറ്റതാണ്. പ്രസ് കോൺഫറൻസുകളിൽ വിശ്വസിക്കാത്ത പ്രധാനമന്ത്രിയിൽ നിന്ന് തുടങ്ങുന്നു ഒരു പതിറ്റാണ്ടിലേറെയായി തുടരുന്ന ഇന്ത്യൻ മാധ്യമരംഗത്തിന്റെ ഗുരുതരമായ അപജയം. മാധ്യമ സ്ഥാപനങ്ങളിൽ നടന്ന വ്യാപക റെയ്ഡുകൾ, വിചാരണയ്ക്കു മുമ്പേ തടവിലാക്കപ്പെട്ട മാധ്യമപ്രവർത്തകർ, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ജീവൻ നഷ്ടപ്പെട്ട 19 ഇന്ത്യൻ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവരുടെ അനുഭവങ്ങളുടെ പൊള്ളുന്ന കഥകൾ, പാസ്പോർട്ടുകൾ, അധികാര കേന്ദ്രങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്ന കാശ്മീരിലെ മാധ്യമപ്രവർത്തകരുടെ നിസ്സഹായത എല്ലാം പുനർവായിക്കപ്പെടേണ്ടതാണ്. വിമർശനം എന്നാൽ ആക്രമണമാണെന്ന് കരുതുന്നിടത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ മരണമണി മുഴങ്ങാതെ വയ്യ. അടിയന്തരാവസ്ഥ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന നിയമങ്ങൾ ഉപയോഗിച്ചാണ് കഴിഞ്ഞ വർഷം BBC-യും ട്വിറ്ററുമൊക്കെ ഇന്ത്യയിൽ നിയന്ത്രിക്കപ്പെട്ടത്. 23 വർഷമായി ഇന്ത്യ കേന്ദ്രീകരിച്ച് മാധ്യമപ്രവർത്തനം നടത്തിവരുന്ന ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ബ്യൂറോ ചീഫ് ഇന്ത്യൻ വിസ പുതുക്കി നൽകുന്നതിന് തടസ്സങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ വിടുകയുണ്ടായി. ബഹുസ്വരത മുഖമുദ്രയായ ഇന്ത്യൻ സംസ്കാരത്തെ ഏതെങ്കിലും കേന്ദ്രീകൃത മൂശയിലേക്ക് ഉരുക്കിയൊഴിക്കാൻ കഴിയില്ല എന്നതുപോലെ തന്നെ ഇന്ത്യയിൽ എന്നോ വേരുകളാഴ്ത്തിയ സ്വതന്ത്ര മാധ്യമ പ്രവർത്തന സംസ്കാരത്തെയും അതിന്റെ എല്ലാ ന്യൂനതകളോടും കൂടെ തന്നെ അംഗീകരിക്കുകയും ചിറക് വിടർത്താൻ അനുവദിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലാതെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കാലത്തിലൂടെ ഇന്ത്യൻ മാധ്യമരംഗം കടന്നുപോകുന്നു എന്ന റിപ്പോർട്ടേഴ്സ് സാൻസ് ഫ്രോണ്ടിയേഴ്സിന്റെ വിലയിരുത്തലിന് മാറ്റമുണ്ടാവില്ല. വെല്ലുവിളികളുടെ ലോകം എന്നാണ് മാധ്യമരംഗം വിശേഷിക്കപ്പെടുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. പക്ഷേ നിലവിൽ ഇന്ത്യയിൽ മാധ്യമപ്രവർത്തനം എന്നാൽ തികച്ചും അപകടകരമായ ഒരു തൊഴിൽ മേഖലയായി പരിണമിച്ചിരിക്കുന്നു എന്നതുകൂടിയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും പുതിയ റാങ്ക് പട്ടികയിൽ ഇന്ത്യക്ക് താഴെയുള്ള 9 രാജ്യങ്ങളും ഇന്ത്യക്ക് മുകളിലുള്ള 171 രാജ്യങ്ങളും ലോകത്തോട് പറയുന്നത്. ന്യൂസ് ബാൻഡിലൂടെ വീണ്ടും വരാം, ഹൃദയം തൊടുന്ന മറ്റൊരു വാർത്തയുമായി. ഞാൻ അനുപ്രിയ. ബൈ.